എല്ലാവർക്കും നമസ്കാരം. സ്മാർട്ട് ബൈ പ്രോപ്പർട്ടീസിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങളെ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട ടൗണിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇരിഞ്ഞാലക്കുട ഗാന്ധിഗ്രാം എന്ന് പറയും. നമ്മുടെ ഈ പ്രോപ്പർട്ടി ഏകദേശം 4.4 സെന്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ പണിത 3 ബെഡ്റൂമുള്ള 2 നില പുതിയ വീടാണ്. ചുറ്റും മതിലും ഉള്ളതാണ് സുഹൃത്തുക്കളെ. വീടിന്റെ പേയ്മെന്റ് ഏരിയ മുറ്റം മൊത്തം ഇന്റർലോക്ക് ടൈൽ കൊടുത്ത് കവർ ചെയ്തിട്ടുണ്ട്. എക്കാലത്തും നന്നായിട്ട് വെള്ളം ലഭിക്കുന്ന ഏരിയ തന്നെയാണ്. വറ്റാത്ത കിണറാണുള്ളത്. ഫ്ലഡ് ഫ്രീ ഏരിയ ആണ് സുഹൃത്തുക്കളെ ഇത്. നമുക്ക് വീടിന്റെ ചുറ്റുഭാഗം ഒന്നും ആദ്യം കണ്ടു നോക്കാം. സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിനൊപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടി നമ്മുടെ ചാനൽ മുഖേന വീഡിയോ എടുത്ത് അഡ്വർടൈസ് ചെയ്യാനോ വിൽക്കാനോ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൂടെ വിളിക്കേണ്ടതാണ്. ഇനി നമുക്ക് വീടിന്റെ ഉൾഭാഗം ഒന്ന് കണ്ടു നോക്കാം. എൻട്രൻസിൽ വരുന്ന ചെറിയൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിന് കൊടുത്തിരിക്കുന്നത് വെട്രിഫൈഡ് ടൈലും പിന്നെ ബോർഡറിന് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. വീടിന്റെ മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് തേക്കൊണ്ടാണ്. ഉള്ളിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്നത് ഹാൾ കം ഡൈനിങ് ലോട്ടാണ്. വീടിന് മൊത്തം ജനാലയും കട്ടിലയൊക്കെ കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ കൊണ്ടാണ്. സ്റ്റീൽ ജനാലയാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഫ്ലോറിങ്ങിന് കൊടുത്തിരിക്കുന്നത് വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. ഇവിടുന്ന് ഇടത്ത ഭാഗത്താണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. മൊത്തത്തിൽ 3 ബെഡ്റൂമാണ് ഉള്ളത്. 3ഉം അറ്റാച്ച്ഡ് ആണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂം, മുകളിലത്തെ നിലയിൽ ഒരു റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത്. വാർഡ്രോബിന്റെ ഷട്ടേഴ്സിന്റെ പണിയൊന്നും തീർത്തിട്ടില്ല. നല്ല സൗകര്യമുള്ള ഒരു വാഷ്റൂം തന്നെയാണ്. നല്ല മാച്ചിങ് ടൈൽസ് തന്നെയാണ് ഫ്ലോറിനെയും വാളിനെയും കൊടുത്തിരിക്കുന്നത്. ഉള്ളിലൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. അബവ് ദി കൗണ്ടറാണ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ടെക്സ്ചർ പെയിന്റിങ്ങും കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് വന്നിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം, താഴത്തെ നിലയിൽ വരുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ഭാഗത്താണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. വാഷ്റൂമിന് കൊടുത്തിരിക്കുന്ന ടൈൽസും വാൾ ടൈലും ഒക്കെ ഫ്ലോറിംഗ് ടൈലും ഒക്കെ മാച്ചിങ് ടൈൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഉള്ളിലൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ അടുക്കള ഒന്ന് കണ്ടു നോക്കാം. കിച്ചൺ ഒരു സാധാരണ കിച്ചൺ തന്നെയാണ്.
ഇവിടെ വരുമ്പോൾ കിച്ചൺ സ്ലാബ് കൊടുത്തിരിക്കുന്നത് കോൺക്രീറ്റ് സ്ലാബാണ് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് വന്നിട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് സിങ്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മുകളിലൊക്കെ സ്റ്റോറേജ് റാക്ക് കൊടുത്തിട്ടുണ്ട്, കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഷട്ടേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഫെറോ സിമെന്റ് ആണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ കഴിഞ്ഞിട്ട് പിൻഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഒരു വർക്ക് ഏരിയ ഉള്ളതാണ്. ഇവിടെ പുകയില്ലാത്ത വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. എൻട്രൻസിൽ കയറി വരുമ്പോൾ ഇടത്ത ഭാഗത്താണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് സ്പേസ് ഉള്ളതാണ്. സ്റ്റെയർസിൻ്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് SS-ന്റെ ഹാൻഡ് റെയിൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് പാസേജിന് വേണ്ടിയിട്ട് വലിയൊരു ജനാല ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കയറി വരുമ്പോൾ ചെറിയൊരു ലിവിങ് സ്പേസ് ഉള്ളതാണ്. ഇവിടെ ഇടത്ത ഭാഗത്താണ് മൂന്നാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. താഴെ ഫ്ലോറിനൊക്കെ വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. ജനാലയും കട്ടിലൊക്കെ കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ ജനാല തന്നെയാണ്. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് റാക്ക് കൊടുത്തിട്ടുണ്ട്. ഫെറോ സിമെന്റ് കൊണ്ടാണ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. നല്ല മാച്ചിങ് ടൈൽസ് തന്നെയാണ് വാൾ ടൈലും ഫ്ലോർ ടൈലും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഉള്ളിലൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്നത് നമ്മൾ ബാൽക്കണിയിലോട്ടാണ്. ബാൽക്കണി അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബാൽക്കണിയാണ്. ഇവിടെയും പാർട്ടീഷൻ ഹാൻഡ് റെയിൽസ് കൊടുത്തിരിക്കുന്നത് SS തന്നെയാണ്. നല്ല വ്യൂ ഉള്ള ഒരു ബാൽക്കണി തന്നെയാണ്. ഇനി ഇവിടുന്ന് വരുന്നത് നമ്മ ഓപ്പൺ ടെറസിലോട്ടാണ്. അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ. നല്ല വിലയുള്ള ഏരിയ തന്നെയാണ് സുഹൃത്തുക്കളെ. സെന്റിന് ഏകദേശം 7-7.5 ലക്ഷം രൂപ വില മതിക്കുന്ന ഏരിയ തന്നെയാണ്. അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില 70 ലക്ഷം രൂപ. പ്രൈസ് ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ് സുഹൃത്തുക്കളെ. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കേണ്ടതാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് ഉടൻ കാണാം. അതുവരേക്കും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്നും കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു വൺസ് അഗെയിൻ.